അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ വീട്ടിനടുത്തുള്ള ഫ്രണ്ടാണ്. അപ്പം ഞങ്ങൾ വേറെ ഒരു ക്ലോസ് ഫ്രണ്ട് ഒമാനിൽ നിന്ന് ക്യാഷ് അയച്ചു തന്നു. അതായത് ഇവൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കേക്ക് കൊടുക്കണം, രാത്രി 12 മണിക്ക് അവൻ്റെ വീട്ടിൽ പോയി കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ എന്നെയാണ് ക്യാഷ് ഒക്കെ അയച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ നീ ഒരു കേക്ക് വാങ്ങിക്കണം, എന്നിട്ട് ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ അളിയാന്ന് പറഞ്ഞിട്ട് നീ രാത്രി 12 മണിക്ക് അവൻ്റെ വീട്ടിൽ പോയി, അന്നില്ല 12 മണിക്കുള്ള രാത്രി വീട്ടിൽ പോയി സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന ട്രെൻഡിങ് ഉള്ള സമയമാണേ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഞാനിങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചു. ഒരുപാടല്ല ഇപ്പം ഹാപ്പി ബർത്ത്ഡേ അറിയാമെന്നൊക്കെ എഴുതി ഞാൻ വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. രാത്രി 12 മണിക്ക് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിലേക്ക് വിളിച്ചു, രാത്രി 12 മണിക്കെല്ലാം ഞാൻ വരണം, നമുക്ക് കേക്ക് മുറിക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി ഞാൻ വെളിയിൽ പോയി. വീട്ടിൽ ആപ്പാടെ കലിപ്പ്. ഞാൻ പോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയൻ വന്ന് സംഭവം കണ്ടിട്ട് നേരെ ഓക്കെ ഇതുപോലെ അനിയൻ വന്ന് ഇത് കേക്ക് കണ്ട് നമ്മൾ റിയാക്ട് ചെയ്ത് പ്രശ്നമാക്കി അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞ് വീട്ടിൽ ആപ്പാടെ പ്രശ്നം. അപ്പുറത്തും ഇപ്പുറത്തുള്ള കുഞ്ഞമ്മമാരും മാമിയാരും എല്ലാം ഓടി വീട്ടിൽ വന്ന് വിഷയം അമ്മ വിളിച്ചിട്ട് നീ എവിടെ ഞാൻ ക്ലബിൽ നീ പെട്ടെന്ന് വീട്ടിലോട് വിഷയം എന്താണ്? എൻ്റെ ലൈൻ വീട്ടിൽ പൊക്കി. പെൺകുട്ടിയുടെ പേര് അലിയ. ഹാപ്പി ബർത്ത്ഡേ അലിയ എന്നാണ് ഞാൻ കേക്ക് എഴുതുന്നത്. എൻ്റെ ബുദ്ധിമാനായ അനിയൻ ഹാപ്പി ബർത്ത്ഡേ അലിയ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ട് അലിയ എന്ന് പേരുള്ള എൻ്റെ ഗേൾ ഫ്രണ്ടിന് രാത്രി കേക്ക് കൊടുക്കാൻ വേണ്ടി ആ കേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് വച്ചിരിക്കുന്നു എന്ന് ഇതിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ഒരു പ്രശ്നം വീട്ടിലുണ്ടായി ലോങ് ഇയേഴ്സ് അഗോ. അപ്പോൾ ഈ അളിയൻസ് എന്നുള്ള പേരിൽ അത് ഞാൻ ഓർത്തെടുക്കുക. കൊല്ലത്തുള്ള ഈ അളിയൻസ് പരസ്പരം വിളിക്കാൻ കുറച്ചും കൂടെ വിശ്വസിക്കാൻ പറ്റുന്ന കഥ ഞാൻ ഇപ്പൊ പറഞ്ഞു കേട്ടോ. വിട്ടേക്കും, അടുത്ത കഥയിലേക്ക് തരാം. ആരും ഇത് ആൻസർ ആരും പറഞ്ഞില്ലേ? സോറി, ഞാൻ പറഞ്ഞ പിന്നെ അൻപിൻ ചെയ്യാൻ പറയട്ടെ. എനിക്ക് മറവിയുടെ അസുഖമുള്ളേ. ഓക്കെ 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 എനിക്ക് വരുന്നില്ലല്ലേ? എനിക്ക് എവിടെ ഈ മെസ്സേജ് ഒന്നും എനിക്ക് വരുന്നില്ല. അനിയനൊക്കെ എവിടെ? അനിയൻ നമ്മളെ പോലെ ഒന്നല്ല, കുറച്ചും കൂടെ ഹൈ റേഞ്ചിലുള്ള ആളാണ്. നമ്മുടെ റേഞ്ചിലുള്ള ആളല്ല അദ്ദേഹം, വളരെ ഉയരത്തിലാണ്. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഓപ്ഷൻസ് പത്മശ്രീ, ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഓപ്ഷൻ വായിച്ചപ്പോ OPR MCB. സിവിലിയൻ അല്ലടാ, സിവിലിയൻ. തിരിച്ചു കഴിഞ്ഞ ഓപ്ഷൻ വായിച്ചു. പരമവീര ചക്ര, ഭാരതരത്നം. ബാക്കി എന്ത്? പരമവീര ചക്രം, ഭാരതരത്നം. അനിയനെ ലൈവിൽ ഉൾപ്പെടുത്താൻ പറ്റത്തൊന്നുമില്ല കേട്ടാ. അനിയനൊക്കെ കൂടിയ ഉള്ളിയാ. ഇവരറിയാം, ബാക്കി നമ്മുടെ സ്വന്തം അടിയെ പറ്റി കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാനും ഇന്നത്തെ ബ്രോ അല്ല, ഞാൻ വിളിക്കുന്ന ബ്രോ തന്നെയാണല്ലോ. പോട്ടെ, വിഷമിക്കണ്ട, സങ്കടം മനസ്സിലായി. വിളിച്ചോട്ടെ. സിവിൽ കേറുന്നത് അത് കറക്റ്റ് അറിയാം. സിവിൽ കേറുന്നതാണെങ്കിൽ ആ ഉള്ള നിശാദയാണ്. അത് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയും. കണ്ണട സ്റ്റെപ്പ് കയറും, കണ്ണട സ്റ്റെപ്പ് ഇറങ്ങും. പിന്നെ ഓരോ റോയിലും ഏതൊക്കെ ഐറ്റങ്ങളാണ് ഇരിക്കുന്നതും അതിന്റെ MRP എത്ര, അതിന്റെ പൈറ്റിന്റെ വില, ഫുള്ളിന്റെ വില, അരയുടെ വില, ലിറ്ററിന്റെ വില എല്ലാം കാണാൻ പാടും. ഏത് രാത്രി വിളിച്ച് ചോദിച്ചാൽ അറിയാം. എത്ര മാച്ച് മുന്നേ എത്ര പറയാ നീ നീ വരെ പറഞ്ഞല്ലോ എടുത്ത് അതാണ് ചെക്കൻ, അതാണ് ചെക്കൻ. ഉയരടാ, ഉയർ നമ്പൻ. ഭാരതരത്നം 2 ആൻസർ പറഞ്ഞു. നമ്മൾ കൺസൂളാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദിൽ പറഞ്ഞു നിങ്ങളെല്ലാം ഒറ്റ മക്കളാണോ ബ്രോ സിസ് കാര്യം പറ. ഓക്കെ, ഞാൻ എനിക്ക് അനിയനുണ്ട്, ഇവക്കും അനിയനുണ്ട്, ഇവന് ചേച്ചിയാണുള്ളത്. ഓക്കെ, എനിക്ക് അനിയനും അവക്കും അനിയനും, ഇവന് ചേച്ചി. ഗോകുലിനും അനിയനാണ്. ഗോകുലിനും അനിയനാണ്. ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ? പക്ഷെ അപ്പൊ ആൻസർ ഇന്ത്യയിലെ പരമോന്നത ബഹുമതി ഭാരതരത്നം. കൺസൂൽ. ഓക്കെ, വെൽക്കം. ഇന്നത്തെ എനിക്ക് കൺസൂലിന്റെ ആദ്യത്തെ ഗോളാണെന്ന് തോന്നുന്നത്. അതെ, ഇന്നത്തെ. സാധാരണ കൺസൂല് അയാൻ മിസ്സിംഗ് അല്ല. അയാൻ എവിടെയാണ് അയാനെ? ഞാൻ ഇന്നലെ ഞാൻ ലൈവ് ഇല്ലായിരുന്നു, സോ ഇന്നലെ അറിയില്ല. നിഷാദ് അനാഥനാണ്. പക്ഷെ ഗുണ്ടകളല്ല, നമ്മൾ അനാഥരാണ്. പക്ഷെ ഗുണ്ടകളല്ല. ഹായ് ഷജിൻ ബ്രോ. അതെ, അയാനെ നീ എവിടെ? മടങ്ങി വരൂ. അയാനെ മടങ്ങി വരൂ. മറ്റേ ബോർഡും പിടിച്ചു. അയാനെ മടങ്ങി വരൂ. പറഞ്ഞതിലേക്കത്തേക്കാ